ഹലോ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ കോഴികൾക്കുള്ള തണലിനെ കുറിച്ചാണ്. നമ്മുടെ കരിങ്കോഴികൾക്ക് നമ്മൾ തണലിന് വേണ്ടി ചെയ്തിരിക്കുന്നത് വെച്ചാൽ കോവൽ ചെടി വളർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ വളർത്തിയല്ല, തനിയെ കിളുത്ത് വന്നതാണ്. അങ്ങനെ കിളുത്ത് വന്ന കോവൽ ചെടിനെ നമ്മൾ ഒരു ഏരിയയിൽ കുറച്ച് വലയൊക്കെ കെട്ടിയിട്ട് അതിലോട്ട് പടർത്തിയാണ്. അങ്ങനെ പടർത്തിയ കോവൽ ചെടി ഇപ്പോൾ കായിട്ടിട്ടുണ്ട്, എല്ലാ മുട്ടിലും കായിട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ അതിന് ഏതൊക്കെയോ കിളികൾ വന്നിട്ട് അതെല്ലാം പറിച്ച് കളഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അതങ്ങനെ വലിയ ശല്യമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ വളർത്തി കൊണ്ടുവരുന്ന കോവൽ ചെടി ഇപ്പോൾ ഏകദേശം ഒരു വിരലിന്റെ വലിപ്പമാണ് അതിന്റെ തണ്ടിനുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് കാ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ ഇലകളൊക്കെ നമ്മുടെ കോഴികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ കോഴികൾക്ക് ഇലകൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവന്മാര് ഇവിടുന്ന് താഴത്തു നിന്നുള്ള എല്ലാ ഇലകളും കൊത്തിത്തിന്ന് കഴിഞ്ഞു. അപ്പോൾ ഇനി അതിന്റെ ചുവട് മാന്തി കളയാതിരിക്കാൻ വേണ്ടി ടൈല് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അതിന്റെ വിളവെടുക്കുകയാണ്. കോവൽ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഒരു തവണ വെച്ച് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വിളവ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇനമാണ്. അപ്പോൾ അതുകൊണ്ട് കോഴികൾക്ക് തണലും ആവും, നമുക്കൊരു പച്ചക്കറി ആവും എന്നുള്ള രീതിയിലാണ് നമ്മളിത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഇതിലേക്കുള്ള പച്ചക്കറി വീട്ടിൽ തന്നെ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കേണ്ട ഒരു പച്ചക്കറിയാണ് കോവൽ. നമുക്കിപ്പോൾ ഇന്ന് കിട്ടിയിരിക്കുന്നത് ഇത്രയാണ്.